ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിലേക്ക് ഒരു ഡെവലപ്പർ ജോലി അന്വേഷിച്ച് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ പറ്റി, അല്ല എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡെയിലി എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ ഓൾറെഡി അവിടെ കമൻറ്റിൽ ആ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ വീഡിയോസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനൊരു Q&A സെഷനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിങ്ങൾ ഇവിടെ ഒരു 2 മാസത്തെ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി അന്വേഷിക്കാൻ നിൽക്കരുത്, വളരെ ടഫാണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിനിമം ഒരു 3 മുതൽ ഒരു 6 മാസം വരെ ഇവിടെ നിൽക്കാൻ വേണ്ടി വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങളോട് ചോദിച്ചായിരുന്നു എത്രയാണ് ഒരു മാസത്തെ ചിലവെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കണമെന്നുള്ളത്. അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, എത്രയാണ് ഇവിടുത്തെ ചിലവെന്നുള്ളത്. സോ അത് ഡിപ്പെൻഡാണ്, നമ്മൾ നിൽക്കുന്ന ഏരിയ, നമ്മളിവിടെ താമസിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന റൂം, എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഇതെല്ലാം വേരി ചെയ്യും പേഴ്സൺ ടു പേഴ്സൺ. സോ അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 മുതൽ ഒരു 50,000 രൂപ ഇന്ത്യൻ റുപ്പീസ് വരെ ഒരു മാസം നമുക്കവിടെ ചിലവ് വരും. അതിന് പുറമെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ, ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള എയർ ടിക്കറ്റും എല്ലാം നമുക്ക് പുറമെ മറ്റൊരു ചിലവായിട്ട് കൂടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, ബ്രോ നമ്മൾ ടെക്കീസ് അല്ലേ, നമ്മൾ നോക്കുന്നത് ടെക് കമ്പനി അല്ലേ, നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം മാസം നല്ലൊരു രീതിയിലുള്ളൊരു ചിലവ് വരുന്നുണ്ടല്ലേ. അപ്പം എനിക്കിപ്പോൾ പേഴ്സണലി അറിയാവുന്ന ഒരു സുഹൃത്ത് കൂടി ഇപ്പം നാട്ടിൽ നിന്ന് ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയിൽ അത്യാവശ്യം നല്ല പാക്കേജിൽ, ഞാൻ ആ സാലറിയിൽ എത്താനായിട്ട് ഏകദേശം 5-6 വർഷം എടുത്തു എന്നുണ്ടെങ്കിൽ അവൻ തുടക്കത്തിൽ തന്നെ ദുബായിൽ ആ ഒരു സാലറിയിലേക്ക് ജോലി കിട്ടി ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആളൊരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞാൻ മാക്സിമം ഒരു പോഡ്കാസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ഒരു വലിയൊരു ചമ്മൽ, അതുകൊണ്ട് ആൾ എനിക്ക് പിടിതരാതെ നടക്കുകയാണ്. ഞാൻ മാക്സിമം അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഒരു പോഡ്കാസ്റ്റിൽ, കേട്ടോ. ഓക്കെ, അപ്പം ഇതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കറി ഗൾഫ് അല്ലെങ്കിൽ ഗ്ലാസ് ഡോർ വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ, നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരാളുടെ കാര്യം മാത്രമല്ല, നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് ഇവിടെ ജോലിക്ക് വന്ന കുറേ പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ചില കമ്പനീസ് എന്തിനാണ് ഈ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. ഇവിടെ നിലവിലുള്ള ഡെവലപ്പേഴ്സ് ഒരുപക്ഷെ ചോദിക്കുന്ന എക്സ്പെക്റ്റഡ് സാലറി വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്, മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നവരെ എടുക്കുമ്പം അവർക്ക് ഇവിടുത്തെ പാക്കേജ് എത്രയാണെന്നോ, ഇവിടുത്തെ ഡിമാൻഡ് എത്രയാണെന്നോ, ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നോ അവർക്ക് ഒരിക്കലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന സാലറിയും വളരെയധികം കുറവായിരിക്കും. അപ്പോൾ കമ്പനിക്ക് അത് എന്തുകൊണ്ടും ലാഭമാണ്. അതുകൊണ്ടാണ് എല്ലാ കമ്പനീസും നാട്ടിൽ നിന്ന് ഹയർ ചെയ്യാറില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങളത് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളും ചോദിച്ചിട്ടുണ്ട്, ബ്രോ എൻ്റെ വൈഫ് 3 വർഷമായി നാട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോബ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ദുബായിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നു. ഓൺലൈനായി ഓരോ കമ്പനിക്കും അപ്ലൈ ചെയ്യുന്നു. 1-2 റിപ്ലൈ വന്നു. ദാറ്റ്സ് ഗ്രേറ്റ്. നാട്ടിൽ നിന്ന് ഇതേപോലെ ട്രൈ ചെയ്താൽ എന്തേലും പ്രയോജനമുണ്ടോ ജോബ് കിട്ടാൻ? ഒരു അഡ്വൈസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർക്ക് 1-2 റിപ്ലൈ കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളും എന്തൊക്കെയായാലും നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാൾ ചോദിക്കുന്നത്, ഞാനിപ്പോൾ റാസൽ ഖൈമയിൽ ആണ് വർക്ക് ചെയ്യുന്നത് ആസ് എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. I want to switch my company after 6 months, but I don't know what are the rules here to switch the company. I have completed 6 months now. അതിനകത്ത് കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എത്രത്തോളം എനിക്ക് നല്ലതുപോലെ പറയാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു റൂളെന്ന് പറഞ്ഞാൽ, നമ്മൾ മിനിമം ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, ഒരു 6 months അല്ലെങ്കിൽ 3 months ഉണ്ടാവും. ആ ഒരു പ്രൊബേഷൻ ടൈമിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ജോലി റിസൈൻ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അതല്ലാതെ അവർ വിസയൊക്കെ അടിച്ചു, നമ്മൾ പ്രൊബേഷനൊക്കെ കഴിഞ്ഞു,
എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലിയിലേക്ക് മാറാം. പക്ഷേ അതായത് ഇപ്പോൾ ബ്രോ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്തൊക്കെയായാലും എഗ്രി ചെയ്യണം ബ്രോയെ റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് വേറൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ല അവർക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം അല്ലെങ്കിൽ അവർ ബ്രോയെ റിലീസ് അതല്ല ബ്രോയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും ഞങ്ങൾ ഇത്രയും കോസ്റ്റ് ബ്രോയ്ക്ക് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് വിസ എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം, പിന്നെ നമ്മുടെ കാർഡ് അറിയാലോ, ഇവിടെ നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, എമിറേറ്റ്സ് ID, അതൊക്കെ എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്ര രൂപ, ഒരു 6 മുതൽ 8,000 ദിർഹം വരെയൊക്കെ ചിലപ്പം അവർക്ക് ചോദിക്കാം. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയൊരു ധാരണയില്ല. സോ ബ്രോ ഒന്ന് ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ബ്രോ ഞാൻ MCA കംപ്ലീറ്റ് ചെയ്തു, ഫ്രഷറാണ്. ആസ് എ ഫ്രഷർ എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് വരാം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നിങ്ങൾ ഫ്രഷറായിട്ട് ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നാട്ടിൽ ഒരു നല്ലൊരു കമ്പനിയിൽ അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാളും ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, ബ്രോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കോൾ കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരാൻ പറ്റും, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചോദ്യം എന്ന് വെച്ചാൽ വളരെ കോമൺ ആണ്, കുറേ പേര് മിക്ക വീഡിയോസിൻ്റെയും താഴെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രോ ഞാൻ BCom ആണ്, എനിക്ക് ഡെവലപ്പർ ആകാൻ പറ്റുമോ? ഈസ് ഇറ്റ് വർത്ത്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ളൊരു ഉത്തരം എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും നമുക്കൊരു ഡെവലപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTechൽ IT പഠിച്ചവർ മാത്രമല്ല ഡെവലപ്പേഴ്സ് ആവുന്നത്. ഇപ്പം അതിനകത്ത് ഇലക്ട്രോണിക്സ് പഠിച്ചവരും മെക്കാനിക്കൽ പഠിച്ചവരും ഒക്കെ ഡെവലപ്പേഴ്സായിട്ട് വരുന്നുണ്ട്. ഈവൻ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ പോലും ഇപ്പോൾ വിപ്രോ അല്ലെങ്കിൽ ഇൻഫോസിസ് പോലുള്ള കമ്പനീസ് വന്നിട്ട് ഈ IT ഡെവലപ്പേഴ്സ്, IT പഠിച്ചവരെ മാത്രമല്ല എടുക്കുന്ന, വേറെ ടെക്കിൽ ഉള്ള ആൾക്കാരെയും എടുത്ത് ട്രെയിൻ ചെയ്ത് അവരെ ഡെവലപ്പേഴ്സാക്കി മാറ്റാറുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്കറിയാം, +2 കഴിയുമ്പോൾ തന്നെ ഡെവലപ്പേഴ്സ് ആകുന്ന ആൾക്കാരും ഉണ്ട്. അതിനോട് ഞാൻ എതിർക്കുന്നു, അത് മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, എന്നിരുന്നാലും BCom ആണ്, നിങ്ങൾക്ക് ഈ കോഡിങ് പഠിച്ചെടുക്കാൻ പറ്റും. ഇതൊരു സ്കില്ലാണല്ലോ, ഇത് സ്കില്ല് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഡൊമൈനിൽ നിന്ന് വരുന്ന ആൾക്കും ഒരു ഡെവലപ്പർ ആകാനായിട്ട് പറ്റും. മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോഴും HTML CSS JavaScript പഠിക്കേണ്ടതുണ്ടോ? ചോദിക്കാൻ കാരണം AI പോലെയുള്ള ഈ ഒരു കാലത്ത്, AI ഒക്കെ വന്ന സമയത്ത്. പക്ഷേ എന്നിരുന്നാലും HTML CSS JavaScript എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ChatGPTയോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ChatGPTയോട് ഒക്കെ ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ മീ എന്ന് പറയുമ്പം അതൊരു ചങ്ക്സ് ഓഫ് കോഡ് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ആ തന്നിരിക്കുന്ന കോഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും AI എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ടൂൾസ് ആണ്. ഇപ്പം കറൻ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന AI എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ടൂൾസ് ആണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് ഇപ്പോൾ നിലവിൽ ChatGPT എന്നൊക്കെ പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ ഇത് എത്രത്തോളം പവർഫുൾ ആവും എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു ചോദ്യം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോബ് ഉണ്ടോ ദുബായിൽ? തീർച്ചയായിട്ടും കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് UI UX, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, PHP, .NET, Node.js, ജാവ, ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനെല്ലാം ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ്ഫുൾ ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. മെയിൻ സ്റ്റാക്ക് ആണ്, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ ഫ്രഷേഴ്സിന് അവിടെ? കണ്ടില്ലേ? അപ്പം ഫ്രഷേഴ്സ്, ഞാൻ വീണ്ടും പറയാണ്, നാട്ടിലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം വരാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാൾ ചോദിക്കുന്നത്, ഏത് ടൈം പീരീഡ് ആണ് വരാൻ നല്ലത്? ആൻഡ് ജോബ് സീക്കിംഗ് വിസ നല്ലതാണോ? ഏത് ടൈമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഇപ്പം ഫെബ്രുവരി മാർച്ച് ആയല്ലോ. അപ്പം ചില കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ആ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പം അവരെന്ത് ചെയ്യും, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ നമ്പർ ഓഫ് ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാറുണ്ട്, ഒന്ന് കുറയ്ക്കാറുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 100 വേക്കൻസി വരുന്നിടത്ത് ചിലപ്പോൾ ഒരു 80 വേക്കൻസിയൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുള്ളൂ.
ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഈ മാസം തന്നെ മാർച്ചിൽ തന്നെ ഇവിടുത്തെ നോമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഓഫീസ് 6 മണിക്കൂറായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷൻസിലും നമ്പർ ഓഫ് ജോബ് ഓപ്പണിങ്സ് വളരെയധികം കുറവായിരിക്കും. കാരണം ഒരു 6 മണിക്കൂറൊക്കെ അല്ലേ ഓഫീസ് തുറന്നു വെച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഏപ്രിൽ മെയ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിങ്സ് തുടങ്ങും. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് വളരെയധികം ചൂടായിരിക്കും. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഈ മെട്രോയും ബസ്സും ഒക്കെ പിടിച്ച് നടന്ന് അലയേണ്ടി വരും. അത് തീർച്ചയായിട്ടും മുന്നിൽ കണ്ടുകൊണ്ട് വേണം വരാനായിട്ട്. പിന്നെ അതിനുശേഷം ഇവിടെ വലിയ പെരുന്നാൾ വരും. അതിന് ഒരു 7 ദിവസത്തോളം ഏകദേശം അവധിയൊക്കെ ഇവിടെ ഉണ്ടാവും. അതിനുശേഷമൊക്കെ ഉള്ള സമയത്ത് നല്ലതാണ്. പക്ഷേ പീക്ക് ചൂട് സമയമായിരിക്കും. പിന്നെ ഡിസംബർ ഒക്കെ ആകുമ്പോൾ വരാതിരിക്കുക. അതായത് ഡിസംബർ ജനുവരി സമയങ്ങളിൽ വരാതിരിക്കുക. കാരണം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള മിക്ക കമ്പനീസിലുള്ള ആൾക്കാരും വെക്കേഷന് പോകുന്ന സമയമായിരിക്കും. അവർ തിരിച്ച് വരുന്നത് ഒരു ജനുവരി 10 or 15 ശേഷമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തുള്ള ജോബ് സീക്കിങ്ങും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ചോദ്യം വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ബ്രോ, അവിടെ ഡെവലപ്പറായി ജോബ് കിട്ടാൻ ഡിഗ്രി മാൻഡേറ്ററി ആണോ? എനിക്ക് 4 പേപ്പേഴ്സ് ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസവും എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ മറ്റൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചതെന്ന് വെച്ചാൽ, ബ്രോ എനിക്ക് കോള് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് +2 മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. അതുകൊണ്ട് ആളിവിടെ വിസിറ്റിൽ എന്തോ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ കമ്പനീസിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഡിഗ്രി മാൻഡേറ്ററി ആണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു കാര്യം. അപ്പം മനസ്സിലായല്ലോ, മിക്ക കമ്പനീസും ഇവിടെ ഡിഗ്രി ചോദിക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അത് ഡിഗ്രി ചോദിക്കാതിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ എപ്പോഴും നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാൾ പറഞ്ഞത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആൾ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, പക്ഷേ ഫൈനൽ റൗണ്ടിൽ അവർ അവൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പം അവൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായി എന്ന് പറഞ്ഞു. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അത്രയും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് അവസാന നിമിഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റൊരു ഇപ്പം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രോ വെബ് ഡെവലപ്മെൻറ്റ് യൂട്യൂബ് നോക്കി ബേസിക് പഠിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണോ, അതോ യൂട്യൂബിൽ നോക്കി മാത്രം പഠിച്ചാൽ ജോലി കിട്ടുമോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ? അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ 100% എബോവ് ഇട്ടിട്ട് നമ്മളിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പണ്ടത്തെ പോലെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചാലും, നിങ്ങളൊരു ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിൽ പോയിരിക്കുമ്പം പുള്ളി പറയുന്ന ചോദ്യങ്ങൾക്ക് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നു, അവർ തരുന്ന ടാസ്ക് നിങ്ങൾക്ക് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, ഇതൊക്കെ മാത്രമാണ് അവർ നോക്കുന്നത്. അല്ല നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും ആർക്കും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ChatGPT-യോട് ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതായത് ChatGPT-യോട് നമ്മൾ യു നൗ ആക്ട് ആസ് എ ടീച്ചർ ആൻഡ് ഐ വാണ്ട് ടു ലേൺ വെബ് ഡെവലപ്മെൻറ്റ്, ഐ വാണ്ട് ടു ലേൺ HTML CS എന്ന് പറയുകയാണെങ്കിൽ അത് ഒറ്റയടിക്ക് ആ ഒരു ആൻസർ തരാതെ നമ്മളെ ബിറ്റ് ബൈ ബിറ്റായിട്ട് പഠിപ്പിക്കാനുള്ളൊരു പ്രോംപ്റ്റ് ഉണ്ട്. അത് ഞാൻ എവിടെ വായിച്ചാണ്, ഇപ്പോൾ എനിക്കത് ഓർമ്മ വരുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആർട്ടിക്കിൾ വായിച്ചാലോ അല്ലെങ്കിൽ അത് ആർട്ടിക്കിൾ വായിച്ച് മനസ്സിലാവാതെ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യണം നല്ലൊരു യൂട്യൂബ് വീഡിയോ കണ്ടുപിടിക്കാനായിട്ട്. അത് കണ്ടാലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഇപ്പം നമുക്ക് ChatGPT ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആ ഒരു സെൻറ്റൻസ് തന്നെ ChatGPT-യോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരിക്കലും പറയില്ല നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. മറ്റൊരാൾ ചോദിച്ച ഒരു 3 ചോദ്യം ഉണ്ട്. അതിനകത്ത് 2 ഞാൻ ഓൾറെഡി പറഞ്ഞു. മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഫ്രണ്ട് എൻഡ് ഇൻ്റർവ്യൂവിൽ ലീഡ് കോഡ് ഓർ DSA ക്വസ്റ്റ്യൻസ് കോമൺ ആയി ചോദിക്കാറുണ്ടോ?
ദുബായ് മാർക്കറ്റിലായിരിക്കും പുള്ളി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുവാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് ലീഡ് കോഡ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം ഒന്നും അങ്ങനെ വലുതായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഒരു HR റൗണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് അവരൊരു ടാസ്ക് നമുക്ക് തരുന്നു. ആ ടാസ്ക് നമ്മളൊരു ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കമൻ്റൊക്കെ ആഡ് ചെയ്ത് ആ ഒരു ഫങ്ഷണാലിറ്റീസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവർക്കത് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മളെ അടുത്ത റൗണ്ടിലേക്ക് വിളിക്കുന്നു. അത് ചിലപ്പം വീണ്ടും ഓൺലൈൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലാൻ പറയും. ഓഫീസിൽ ചെല്ലുമ്പം കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ലീഡ് കോഡ് പ്രോബ്ലംസ് അവരുടെ മുമ്പിൽ ഇരുന്ന് ചെയ്ത് കാണിക്കാനായിട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു ടാസ്ക് വന്നിട്ടൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിക്കാം. ഇതൊക്കെ ഡിപ്പെൻഡാണ്. ചില കമ്പനീസിൽ ചോദിക്കും, ചില കമ്പനീസിൽ ചോദിക്കത്തില്ല. ചില കമ്പനീസിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് തന്നെ ആ ഒരു ടാസ്ക് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടേ പറയുള്ളൂ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വേക്കൻസി ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് ഈ നൗക്കരി ഗൾഫ് അല്ലെങ്കിൽ ഇൻഡീഡ്, ഗ്ലാസ് ഡോർ, ലിങ്ക്ഡിൻ, അത് ദുബായ് ബേസ്ഡ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ജോബ് ആൻഡ് സാലറി ഡീറ്റെയിൽസ് പറയാവോ? അതായത് ഇവിടെയുള്ള നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം ആൾ ഉദ്ദേശിച്ചത്. സാലറി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ടു കമ്പനി വേരി ചെയ്യും. 3500 നിങ്ങൾക്ക് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്യാം. ചിലർ 6000 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 10,000 15,000 AED ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ദർഹത്തിലാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്.